ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. ഇന്ന് നമ്മൾ ഡേ 17 ആയി. സോ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഡേ 17ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എനിക്ക് ആദ്യമേ സോറി പറയാറുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ ഗ്യാപ്പ്. സോ കുറച്ച് പേരെങ്കിലും ഞാൻ ഈ പരിപാടി നിർത്തി ചലഞ്ച് നിർത്തിപ്പോയെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് മെസ്സേജൊക്കെ വന്നായിരുന്നു, എന്താ കാണുന്നില്ലല്ലോ, നിർത്തിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. നിർത്തിയതല്ല, നമുക്കൊരു ദിവസം മിസ്സായാൽ നമ്മൾ 3 ദിവസം ബാക്കിലേക്ക് പോകണമല്ലോ. അങ്ങനെ ഞാൻ എത്ര സുഖമില്ലാണ്ട് വന്നപ്പോഴേക്കും എനിക്കൊരു മിസ്സായി. പിന്നെ ഞാൻ ബാക്കിൽ നിന്നൊക്കെ പോയി ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ളൂ. ഞാനിത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതല്ല, ഞാൻ അന്ന് രാത്രി ചെയ്യുന്നൊരു ടൈപ്പാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് മിസ്സായപ്പോൾ എനിക്ക് വീഡിയോയിലും ബ്രേക്ക് ഇടേണ്ടി വന്നു. ഞാൻ ആദ്യം ആലോചിച്ചു ബ്രേക്ക് ഇടാണ്ട് ഞാനിങ്ങനെ വീഡിയോ പറഞ്ഞു തന്നെ പോയാലോ, ഞാൻ എന്നിട്ട് ബാക്കിൽ നിന്ന് വരാമെന്ന്. പിന്നെ എനിക്ക് തോന്നി എനിക്ക് ജെന്യൂനിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്തിട്ടും കൂടെ പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലോണം ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് തോന്നി. സോ ഞാൻ ആ വീഡിയോ ഇങ്ങനെ സ്ട്രീക്ക് ബ്രേക്ക് ചെയ്യാണ്ട് പോകണ്ട, കുഴപ്പമില്ല, 3 ദിവസം പോയി ബാക്കിൽ നിന്ന് വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ബ്രേക്ക് വന്നത്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ മാജിക് ചെക്ക്. നമ്മൾ പണ്ട് സ്റ്റാർട്ടിങ് ഡേയ്സിൽ, എനിക്ക് ഓർമ്മയില്ല, നമ്മൾ മാജിക് മണി ചെയ്തത് ഓർമ്മയില്ല. നമ്മളൊരു നോട്ട് എടുത്ത് താങ്ക് യു ഫോർ ഓൾ ദി മണി ഐ ഹവ് റിസീവ്ഡ് ത്രൂ ഔട്ട് മൈ ലൈഫ് എന്ന് എഴുതി നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ പൈസക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തത്. ഇതും പൈസനെ ഫോക്കസ് ചെയ്തിട്ടായതുകൊണ്ട് ഞാൻ അത് എടുത്ത് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പൈസക്ക് നമ്മൾ കൊടുക്കേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നമ്മൾ എന്തിനു ചെയ്യുന്നു എന്ന് പറയുന്ന ടോപ്പിക് ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണല്ലോ. സോ അതിലേക്കും പോകേണ്ട ആവശ്യം നമുക്കില്ല, കാരണം നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അഡീഷണലി ആഡ് ചെയ്യാനുള്ളത്, പൈസയുടെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ ആവരുത്. ഇതിലുള്ളതല്ലാട്ടത് എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞ സാധനമാണ്. അതായത് നമ്മൾ പൈസയുടെ കാര്യത്തിൽ നെഗറ്റീവ് ഫീലിങ്സ് വരത്തുന്ന അവർ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇതിൻ്റെ സ്വന്തമായിട്ട് ഞാൻ തള്ളിമറിക്കുന്ന സാധനമല്ല. നമ്മൾ നെഗറ്റീവ് ആവരുത്, നമ്മൾ വറി ചെയ്തെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ഓവറായിട്ട് ടെൻഷൻ ആവേണ്ട, നമ്മൾ പൈസയുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം എന്നുള്ളത് ആക്ച്വലി ഇവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് അങ്ങനെയല്ല, ഇവർ ഡയറക്റ്റ്ലി ഇത് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നില്ല, പക്ഷേ ഇവർ കൺവേ ചെയ്യുന്ന ടോപ്പിക് അതാണ്. അതായത് നമ്മൾ ഉള്ള പൈസയിൽ ഗ്രേറ്റ്ഫുൾ ആവുക മാത്രമല്ല, നമ്മളെ കൊണ്ട് പറ്റും, അതൊക്കെ നടന്ന് പൊക്കോളും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ലൈഫിൽ ഉണ്ടായാൽ മതി പൈസയുടെ കാര്യത്തിൽ. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാൻ ഏതൊക്കെ കാലത്ത് എനിക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഒരു സമയത്തിന് ആവശ്യമുണ്ട് എന്നാൽ കുറച്ച് ലോജിക്കലി ആലോചിക്കുമ്പോൾ അത്രയും പൈസ ആ സമയത്തിനുള്ളിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവണം എന്നില്ല. പക്ഷെ എന്നാലും അയ്യോ അതിങ്ങനെ ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിച്ചിട്ടില്ല. അതാണ് ആവശ്യം, അത് നടക്കും. അങ്ങനത്തെ ഒരു കോൺഫിഡൻസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യത്തൊക്കെ എൻ്റെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ വൃത്തിക്ക് നടന്നിട്ടുണ്ട്. സോ ഞാൻ ഈ മാജിക്കിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള കാര്യം ഞാനിത് വായിച്ചു പോയപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതായത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് വായിച്ചപ്പോഴേക്കും ഓക്കെ, മേ ബി ഈ ഒരു എനർജി ആയിരിക്കും അവിടെയും വർക്കൗട്ട് ആയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നി. സോ എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ ആവരുത്, ബി കോൺഫിഡൻറ്റ് വിത്ത് യുവർ മണി. ആൻഡ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പൈസ ഒരു കാലത്തും ഗ്രാൻഡായിട്ട് എടുക്കരുത്. കുറച്ച് അല്ലില്ലാതെ പൈസ വരുന്ന കാലത്ത് നമ്മൾ അതിന് ആവശ്യമുള്ള വില കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ആ മണി ഫ്ലോ നിൽക്കും ആൻഡ് നമ്മൾ പെടും. സോ അത് മണിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഒരു സാധനം പോലും ഗ്രാൻഡായിട്ട് എടുത്തുകൂടാ. നമ്മൾ എന്ത് വന്നാലും നമ്മളതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റും വിലയും നമ്മൾ ആ പർട്ടിക്കുലർ സാധനത്തിന് കൊടുത്താലേ ആ സാധനം അതേ ലെവലിൽ നമ്മുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ആ സാധനം അതുപോലെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അതിനോട് റെസ്പെക്ട് എവറി സിംഗിൾ തിങ് ദാറ്റ്സ് ദെയർ ഇൻ യുവർ ലൈഫ്. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ഒരു ചെക്കിനകത്ത് നമുക്ക് ആവശ്യമുള്ള പൈസ എഴുതി, ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ എനിക്കൊരു എന്തെങ്കിലും മേടിക്കാനുണ്ട്, ഒരു പർട്ടിക്കുലർ സാധനം എനിക്ക് മേടിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ പൈസ അതെത്രയാണെന്ന് വെച്ചാൽ ആ ചെക്കിൽ എഴുതി, ആ ചെക്കിലുള്ള ആ പൈസ വെച്ച് ഞാൻ ആ സാധനം മേടിക്കുന്നതായിട്ടും എൻ്റെ കാര്യം നടന്നതായിട്ടും ഒക്കെ ഞാൻ ഇമാജിൻ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. സോ ചെക്കിന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ, ചെക്ക് ഇവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോറി, അതായത് ഇത് കണ്ടോ, ചെക്ക് ഫ്രം ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത് പോലത്തെ ഇങ്ങനെയൊരു ചെക്കുണ്ട്. ഇത് ഇവരുടെ വെബ്സൈറ്റിൽ പോയപ്പോഴേക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെക്കാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ ബുക്കിൽ തന്നെ, ഇതാണ് ഞാൻ വായിക്കുന്ന ബുക്കിൽ തന്നെ തലേ കുത്തിപ്പോയി, ഇതിൻ്റെ ഒരു കോപ്പി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഒന്നെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ കോപ്പി എടുക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ലിങ്കിൽ പോയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. സോ ഇവർ പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ ചെക്ക് ഫിസിക്കലി പ്രിൻറ്റ് ചെയ്ത് നമുക്ക് വേണ്ട എമൗണ്ട് അതിനകത്ത് എഴുതി അങ്ങനെ നമ്മൾ ചെയ്യാനാണ്. പക്ഷേ എനിക്ക് പ്രിൻറ്റിങ് അങ്ങനെ കുറച്ച് ആക്സസിബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല ഇവിടെ.
പക്ഷെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. കാരണം ഇത് സൂക്ഷിച്ച് വെച്ച് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ച് അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ. പക്ഷെ അതെനിക്ക് കുറച്ച് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഇത് ഡൗൺലോഡ് ചെയ്ത് ക്യാൻവയിൽ പോയിട്ട് എനിക്ക് വേണ്ട എമൗണ്ട് ഞാൻ ആ ചെക്കിൽ, അതായത് ഒരു ചെക്ക് പോലെ തന്നെ, നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ കാണിക്കുക, ഇത് കണ്ടോ, ഇതാണ് എക്സാക്റ്റ് വ്യൂ ചെക്കിൻ്റെ. ഇത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് വേണ്ട നമ്മുടെ പേര്, എമൗണ്ട്, എല്ലാ കാര്യങ്ങളും എഴുതി, ഡേറ്റ് എഴുതി നമ്മളിത് സൂക്ഷിച്ച് വെക്കണം. സോ ഇവർ പറയുന്നത് നമ്മൾ ഈ ചെക്കില്ലേ, ഈ ചെക്ക് നമ്മൾ കയ്യിൽ പിടിച്ച്, അതായത് പ്രിൻ്റ് എടുക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ ചെക്ക് നമ്മൾ കയ്യിൽ പിടിച്ച് നമ്മൾ കൊടുത്തേക്കുന്ന എമൗണ്ടും വെച്ച് നമ്മൾ ആ പർട്ടിക്കുലർ എമൗണ്ട് വെച്ച് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നടക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. സോ അത് നടക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് വരുമല്ലോ. സോ നമ്മൾ ആ ഹാപ്പിനെസ് ഓർത്ത് നമുക്ക് ആ സാധനം കിട്ടിയതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ അതിനോട് താങ്ക് യു പറയണം. ആൻഡ് ഇതിപ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്തു, ആൻഡ് ഇത് ഈ ഒരു വട്ടമല്ല, ഇതല്ലാണ്ട് നമ്മൾ 2 വട്ടം കൂടെ ഇന്നത്തെ ദിവസം ഇത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. സോ അതുകൊണ്ട് നമ്മൾ ഈ ചെക്ക് നമ്മുടെ കയ്യിൽ പിടിക്കണം. ഇപ്പോൾ നമ്മളൊരു പ്രിൻ്റ് ചെക്കാണെങ്കിൽ നമുക്ക് നമ്മളവിടെ പോകുന്നത് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാം. പ്രിൻ്റ് വേണം എന്നാണ് ഇവർ ആക്ച്വലി പ്രോപ്പറായിട്ട് പറയുന്നത്. ഈ ഫോണിൽ ചെയ്യുന്നത് എത്രത്തോളം ഓക്കെയാണ് എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇന്നത്തെ ദിവസം ഇടക്ക് എൻ്റെ ഗാലറിയിൽ പോയിട്ട് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ചെക്ക് എടുത്ത് നോക്കി വിഷ്വലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 വട്ടം, മിനിമം 2 വട്ടം എങ്കിലും നമ്മളത് നോക്കി നമ്മൾ വിഷ്വലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്നൊരു കാര്യം, നിങ്ങൾ അത്ര വലിയ എനിക്ക് 10 ലക്ഷം രൂപ വേണം, എനിക്ക് 40 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാണ്ട് നിങ്ങൾ ചെറിയ ഗോൾസിൽ തുടങ്ങുന്നത് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. എന്തെന്നാൽ ഈ ചെറിയ സാധനം തുടങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് നടത്തിയെടുത്ത് കഴിയുമ്പോൾ ഇതിൽ എനിക്കൊരു ലോജിക്ക് കുഴപ്പം തോന്നുന്നുണ്ട് കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ്, നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും, ഇത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, നമ്മൾ ഇതിപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണോ എനിക്കറിയില്ല, നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും മാനിഫെസ്റ്റേഷനിൽ ലിമിറ്റില്ല, അത് നമുക്ക് കിട്ടും എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ചെറിയ എമൗണ്ട്, അതായത് എന്താ ഇവർ എക്സാക്ട്ലി പറയുന്നത്, ഞാൻ വായിക്കാതെ. If you want, you can start with a smaller amount on your first magic check. And after you receive the smaller amount, you can keep increasing the amounts on your next checks. The benefit of starting with a smaller amount is that when you magically receive it, you will know that you did it. And you will know absolutely that the magic of gratitude work. And the gratitude and the joy you feel will make bigger amounts believable to you. അതെന്താ ആദ്യമേ ബിഗർ എമൗണ്ട് വർക്കായിട്ട് നമുക്ക് കുറച്ചുകൂടെ വിശ്വാസം വന്നാൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ചെറിയ എമൗണ്ട് കൊടുത്താൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അത് എനിക്ക് എക്സാക്ട്ലി ഇത് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഡൗട്ട് പറയേണ്ട കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതെനിക്ക് ഇവരുടെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് എന്ത് വേണേൽ വർക്കാവും എന്ന്. ആൻഡ് ഇപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ചെറിയ എമൗണ്ടിൽ തുടങ്ങും, അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നു. ഞാൻ ആദ്യമേ കുറച്ച് വലിയ എമൗണ്ടിൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ ചെറിയ എമൗണ്ടിലല്ല തുടങ്ങി കേട്ടോ. ഞാൻ ആദ്യമേ കുറച്ച് ഓവറായാലില്ല ശ്രദ്ധിക്കുമെന്ന സെറ്റപ്പിൽ ഞാൻ വലിയ എമൗണ്ടിൽ തന്നെ തുടങ്ങി. പക്ഷേ ഞാൻ ആ പോയിന്റിലേക്ക് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. എനിക്ക് ആ പോയിന്റ് ഒരു എന്താ പറയുക, ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഫീൽ ചെയ്യുന്നു ആ പോയിന്റിൽ എനിക്ക്. സോ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളത് കിട്ടിയതായിട്ട് സങ്കല്പിക്കണം. പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇത് ഇന്ന് മാത്രം ചെയ്യാനുള്ള ടാസ്ക് അല്ല, ലൈക്ക് ഒരുമാതിരിപ്പെട്ടതെല്ലാം നമ്മൾ ഇന്ന് മാത്രം ചെയ്യാനുള്ള എൻഡിൽ പറയുമെങ്കിലും ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഇന്നത്തെ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ എഴുതിയത് എനിക്ക് ഒരു 15,000 രൂപ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം ഞാൻ എഴുതിയെന്ന് വിചാരിച്ചോ, ഇത് നടക്കുമല്ലോ. ഇത് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചെക്ക് റീപ്ലേസ് ചെയ്യണം. ഈ ചെക്ക് മാറ്റി വെച്ച് എൻ്റെ അടുത്ത ചെക്ക്, എനിക്ക് അടുത്ത 10,000 രൂപയുടെ എന്തെങ്കിലും ആവശ്യം വെച്ചാൽ നമ്മൾ 10,000 രൂപ അടുത്ത ചെക്ക് എഴുതണം. അങ്ങനെ നമ്മൾ ഈ ചെക്ക് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ഓരോ ആവശ്യങ്ങളും. സോ ഈ ചെക്ക് വഴി നമ്മളതിലേക്ക് കൂടുതൽ മാനിഫെസ്റ്റേഷൻ കൂടുതൽ വർക്കാവുന്നതാണ്. സോ നമ്മൾ ചെക്ക് മാറ്റിക്കൊണ്ടേയിരിക്കണം. ആൻഡ് ദിസ് വിൽ ബി എ നെവർ എൻഡിങ് ടാസ്ക് ഇൻ യുവർ ലൈഫ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആക്ടിവിറ്റി വൈസ് അത്രേ ഉള്ളൂ. നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഒക്കെ ചെയ്ത് രാവിലെ എണീറ്റ് നമ്മൾ ഈ ചെക്കിൻ്റെ കാര്യം ചെയ്ത് ചെക്ക് അത് കഴിഞ്ഞ് 2 വട്ടം കൂടി ദിവസം നമുക്ക് സമയമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് രാത്രി മാജിക് റോക്ക് എടുത്ത് നമ്മൾ ഇന്ന ദിവസം നടന്നതിൽ ഏറ്റവും നല്ല കാര്യത്തിന് താങ്ക് യുവും പറഞ്ഞ് നമുക്ക് ഡേ 17 അവസാനിക്കും. ബൈ ഗൈസ്.